ഹായ് കൂട്ടുകാരെ, നമസ്തേ. ഞാൻ സഹേൽ മാനവ്. തൃക്കരിപ്പൂർ സെൻറ് പോൾസ് AP സ്കൂളിലെ വാരാന്ത്യ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ 27ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആനന്ദ് മാഷാണ്. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആനന്ദ് മാഷിനെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സിസ്റ്റർ ഷീന ജോർജ്. നമസ്കാരം പ്രിയമുള്ളവരെ, ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ. ശാസ്ത്രം അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ശാസ്ത്ര പുരോഗതിയെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. എന്നാൽ ശാസ്ത്രത്തോടുള്ള ഒരു അഭിരുചി നമ്മിൽ നിറയട്ടെ എന്നാഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പ്രകൃതിയെ ശാസ്ത്ര മനോഭാവത്തോടെ നോക്കിക്കാണാം. നിരീക്ഷണ പാടവം ഇന്ന് കുട്ടികളിൽ കുറഞ്ഞു വരികയാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പര്യവേക്ഷണ സ്വഭാവവും പലതും കണ്ടെത്തുവാനും ഉള്ള ഒരു ആഗ്രഹം കുട്ടികളായ നിങ്ങളിൽ ഉണ്ടാകട്ടെ. പ്രകൃതിയെ സ്നേഹിക്കുവാനും നിരീക്ഷിക്കുവാനും സാധിക്കട്ടെ. പ്രകൃതി സഹവാസ ക്യാമ്പുകളിലൂടെ കുട്ടികളെ പ്രകൃതിയോടടുപ്പിച്ച ഒരു പ്രകൃതി സ്നേഹിയാണ് ഇന്നത്തെ അതിഥി ആനന്ദ് പേക്കടം എന്നറിയപ്പെടുന്ന ആനന്ദ് മാഷ്. വിദ്യാഭ്യാസ, സാംസ്കാരിക, പാരിസ്ഥിതിക മേഖലകളിൽ നിറസാന്നിധ്യമായ മാഷ് ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നതിൽ അഭിമാനിക്കുന്നു. സഹവാസ ക്യാമ്പുകളിൽ മാഷിൻ്റെ സാന്നിധ്യം കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്നു. കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മാഷിന് ഒരു പ്രത്യേക കഴിവ് തന്നെയാണുള്ളത്. പ്രകൃതി സ്നേഹിയായ ആനന്ദ് മാഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. തൃക്കരിപ്പൂർ സെൻറ് പോൾസ് AUP സ്കൂൾ പ്രക്ഷേപണം ചെയ്യുന്ന ബാലവാണിയിൽ ശാസ്ത്രദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. ആദ്യമായി ശാസ്ത്ര നോബൽ സമ്മാനം ഇന്ത്യയിലേക്ക് എത്തിച്ച ശാസ്ത്രജ്ഞൻ CV രാമൻ തൻ്റെ ഏറ്റവും പ്രസിദ്ധമായ രാമൻ പ്രഭാവം പ്രസിദ്ധീകരിച്ച ദിവസമാണ് നാം ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നത്. കടൽ വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്താൽ പച്ചവെള്ളം പോലെയാണ് തോന്നുക. എന്നാൽ കപ്പലിൽ നിന്നോ വിമാനത്തിൽ നിന്നോ നോക്കുമ്പോൾ കടൽ വെള്ളത്തിന് നീല നിറമാണ്. ഇതെങ്ങനെ വരുന്നു എന്ന അന്വേഷണമാണ് CV രാമനെ രാമൻ പ്രഭാവം കണ്ടെത്താൻ വേണ്ടി കാരണമാക്കിയത്. യുക്തിയും അന്വേഷണവും ഇഴചേർന്ന ശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളും ഉണ്ടായിട്ടുള്ളത്. നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഈ നേട്ടങ്ങൾ കാണാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം ഇടപെടുന്ന ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് നോക്കിയാൽ നേട്ടങ്ങൾ കാണാം. പേന മുതൽ പല്ലു തേക്കുന്നത് മുതൽ കുളി മുതൽ ഭക്ഷണം മുതൽ തുടങ്ങിയത് ഒന്ന് ആലോചിച്ചു നോക്കൂ. എങ്കിലും പണ്ടത്തെ അവസ്ഥ നാം ഒന്നറിയണം. പണ്ടത്തെ ഒരു വലിയ മഹാമാരിയാണ് വസൂരി. വസൂരി പിടിപെട്ട ആളെ ഒരു പായൽ കെട്ടി ഒരു കുടിലിൽ താമസിപ്പിച്ച് ജീവനോടെ തീ കൊളുത്തി കത്തിച്ച് ചാമ്പലാക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ കേരളത്തിൽ പോലും കുഷ്ഠരോഗികളുടെ കാലിന് തീപ്പൊള്ളലേൽപ്പിക്കും. ഇങ്ങനെയൊന്നും ഇന്നുണ്ടോ? ഇല്ല. അതിനുള്ള പ്രധാന കാരണം ശാസ്ത്രം അതിനുള്ള പ്രതിവിധികളെല്ലാം കണ്ടെത്തി എന്ന് തന്നെയാണ്. ഈ കൊറോണ കാലത്ത് നാം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് വാക്സിനാണ്. ലോകത്തെ എത്ര ശാസ്ത്രജ്ഞന്മാരാണെന്നോ ഉറക്കമൊഴിഞ്ഞ് ആ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാക്സിൻ ഉണ്ടാക്കി ഓരോ മനുഷ്യനും കൊടുത്ത് അദ്ദേഹത്തെ ഈ കോവിഡിൽ നിന്നും മുക്തമാക്കുന്നതിന് വേണ്ടി ശാസ്ത്ര സമൂഹം പരിശ്രമിക്കുകയാണ്. ശാസ്ത്രമില്ലാതെ നമ്മുടെ സമൂഹത്തിന് നിലനിൽപ്പില്ല എന്ന് ഈ കൊറോണയും തെളിയിക്കുകയാണ്. പണ്ട് ഗ്രഹണ സമയത്ത് ആകാശത്ത് ഒരു പാമ്പെത്തുമെന്നും ആ പാമ്പാണ് ചന്ദ്രനെ വിഴുങ്ങുന്നതെന്നും പണ്ടുള്ളവർ പറഞ്ഞു. അത് ശരിയല്ലെന്ന് ശാസ്ത്രം തെളിയിച്ചു. 1969 മനുഷ്യൻ ചന്ദ്രനിലിറങ്ങുകയും ചെയ്തു. എന്തൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നെന്നോ. നാം ഓരോരുത്തരും ശാസ്ത്രത്തിൻ്റെ പ്രചാരകരാകണം. ശാസ്ത്രബോധം വളർത്തുക എന്നത്
ഓരോ പൗരൻ്റെയും കടമയാണ് എന്ന വകുപ്പ് 1976 ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര പ്രചാരണത്തിന് വിരുദ്ധമായ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ശാസ്ത്രവിരുദ്ധത പ്രചരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഭരണഘടന വിരുദ്ധമാകും. ആദ്യ പ്രധാനമന്ത്രി ഏറ്റവും നല്ല ശാസ്ത്ര പ്രചാരകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇന്ത്യയിലെ ഓരോരുത്തരും ശാസ്ത്രത്തെ അത്രയേറെ ബഹുമാനിച്ചിരുന്നു. ഈ വർഷത്തിൽ എത്തിച്ചേരുമ്പോൾ അങ്ങനെയാണോ എന്ന് നാം ആലോചിക്കുക. പ്രിയ കുഞ്ഞുങ്ങളെ, നാം ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ നന്മകളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നാളെ ഏറ്റവും നല്ല സമൂഹമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഈ ശാസ്ത്രദിനത്തിൽ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ആത്യന്തികമായ പ്രാധാന്യത്തോടെയുള്ള വിവരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. മാഷേ, ഒത്തിരി നന്ദി നല്ല വാക്കുകൾക്ക്. വിദ്യാലയ വാർത്തകൾ. നമസ്കാരം. വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് സമൃദ്ധ ജേസുനിൽ. KSTE അക്കാദമിക് കൗൺസിൽ നടത്തിയ സംസ്ഥാനതല പ്രതിഭോത്സവത്തിൽ ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ മത്സരത്തിൽ പങ്കെടുത്ത ആഫിയ 2ാം സ്ഥാനം കരസ്ഥമാക്കി സ്കൂളിൻ്റെ അഭിമാനമായി. ശാസ്ത്രരംഗം സബ് ജില്ലാതല പ്രൊജക്ട് അവതരണ മത്സരത്തിൽ പങ്കെടുത്ത ഫാത്തിമത്ത് ഹിബയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചു. കോവിഡ് പ്രതിസന്ധിയും അതിജീവനവും ഒരു പഠനം എന്നതായിരുന്നു ഗവേഷണ വിഷയം. കോവിഡ് കാല പ്രതിസന്ധികൾക്കിടയിലും ശാസ്ത്ര പഠനം കാര്യക്ഷമമാക്കാൻ വീടും പരിസരവും വിഭവങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലൂടെ പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന ശില്പശാലയ്ക്ക് സ്കൂൾ വേദിയായി. ലാബ് അറ്റ് ഹോം എന്ന പേരിൽ നടത്തിയ അധ്യാപക പരിശീലനത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 50ഓളം അധ്യാപകർ പങ്കെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 28, ദേശീയ ശാസ്ത്രദിനം. 3ാം തരത്തിലെ കൂട്ടുകാരി ആലിയ ഫാത്തിമയുടെ പ്രസംഗം ശ്രവിക്കാം. നമസ്കാരം, ഞാൻ ആലിയ ഫാത്തിമ. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം. 1928 ഫെബ്രുവരി 28-നാണ് സർ CV രാമൻ നോബൽ പുരസ്കാരം നേടിയ രാമൻ പ്രതിഭാസം അഥവാ രാമൻ എഫക്റ്റ് കണ്ടെത്തിയത്. ആ ദിനത്തിന്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 28 ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നു. 1986 ദേശീയ ശാസ്ത്ര ദിനമായി ഫെബ്രുവരി 28 നിർദ്ദേശിക്കപ്പെടണമെന്ന് ദേശീയ ശാസ്ത്ര സാങ്കേതിക വിവരവിനിമയ സമിതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 1987 മുതൽ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി രാജ്യമൊട്ടാകെ ആഘോഷിക്കപ്പെടുന്നു. ഓരോ വർഷവും പ്രത്യേക വിഷയം കേന്ദ്രീകരിച്ചായിരിക്കും പരിപാടികൾ ആസൂത്രണം ചെയ്യുക. ശാസ്ത്രലോകത്തെ വൻ ചലനങ്ങൾക്കും തുടർ ഗവേഷണങ്ങൾക്കും രാമൻ പ്രഭാവം തുടക്കമിട്ടു. ചരിത്രത്തിലെ നാഴികക്കല്ലായ ആ കണ്ടുപിടുത്തത്തോടുള്ള ആദരവ് കൂടിയാണ് ദേശീയ ശാസ്ത്ര ദിനാചരണത്തിലൂടെ നാം മുന്നോട്ട് വയ്ക്കുന്നത്. പുതുതലമുറയിൽ ശാസ്ത്രാവബോധം വളർത്താനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ദേശീയ ശാസ്ത്ര ദിനം സംഘടിപ്പിക്കുന്നത്. രാഷ്ട്ര പുരോഗതിക്ക് ശാസ്ത്ര വഴിയിലൂടെയുള്ള മുന്നേറ്റം അനിവാര്യമാണെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ശാസ്ത്ര പരിവേഷണ രംഗങ്ങളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ നിരവധി സ്ത്രീകൾക്ക് നമ്മുടെ നാട് ജന്മം നൽകിയിട്ടുണ്ട്. CV രാമന്റെ നേതൃത്വത്തിൽ ബംഗളൂരു കേന്ദ്രമായി നിലവിൽ വന്ന ഇന്ത്യൻ സയൻസ് അക്കാദമിയിൽ 1935 അംഗമായ ഇന്ത്യയിലെ ആദ്യ സസ്യശാസ്ത്രജ്ഞ ഡോക്ടർ EK ജാനകി അമ്മാളിൽ തുടങ്ങി അർച്ചന ഭട്ടാചാര്യ, അസിമ ചാറ്റർജി, കമല സോണി, ടെസ്സി തോമസ്, പേരുകളിങ്ങനെ നീളുന്നു. ലോക സമാധാനത്തിനും വികസനത്തിനുമുള്ള ശാസ്ത്രദിനം എല്ലാ വർഷവും നവംബർ 10 ആചരിക്കുന്നു. ശാസ്ത്രത്തിന്റെ ഇതുവരെയുള്ള നേട്ടങ്ങളെയും ഇനിയും പിന്നിടാനുള്ള കടമ്പകളെയും കുറിച്ച് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ശാസ്ത്രവും സമൂഹവും തമ്മിലുള്ള അകൽച്ച ഇല്ലാതാക്കുകയാണ് ഈ ദിനാചരണത്തിന്റെ മറ്റൊരു ലക്ഷ്യം. സമാധാനം നിലനിർത്താനും വികസനം നേടിയെടുക്കാനും ശാസ്ത്രത്തെ എത്രമാത്രം ഉപയോഗപ്പെടുത്താമെന്ന് ഓർമ്മിപ്പിക്കാനാണ് യുനെസ്കോ നവംബർ 10 ലോക ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്.
ശാസ്ത്ര മേഖലകളിൽ ഉണ്ടാകുന്ന മുന്നേറ്റം രാജ്യത്തെ ജനങ്ങളെ അറിയിക്കുന്നതിനും ശാസ്ത്രത്തോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ദേശീയ ശാസ്ത്ര ദിനം നാം എല്ലാ വർഷവും ഫെബ്രുവരി 28-ന് ആഘോഷിക്കുന്നത്. നന്ദി, നമസ്കാരം. ഒരു ചലച്ചിത്രഗാനം ആസ്വദിക്കാം. പൂർവ്വ വിദ്യാർത്ഥിനി ദർശന ചേച്ചി പാടുന്നു. താരം താരം വാൽക്കണ്ണാടി നോക്കി നിലാവണിഞ്ഞ രാവിലേതോ താരം വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ ഞാനും വാൽക്കണ്ണാടി നോക്കി. വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേതോ താരം വാൽക്കണ്ണാടി നോക്കി. വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേതോ താരം വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ ഞാനും വാൽക്കണ്ണാടി നോക്കി. ആരോഗ്യരംഗം. ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. നമസ്തേ, ഞാൻ വിസ്മയ. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. നല്ല ആരോഗ്യശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ സംസാരിക്കുന്നത്. നമസ്കാരം. നല്ല ആരോഗ്യശീലങ്ങൾ പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും.
എന്നാൽ വലിയ തയ്യാറെടുപ്പുകളോടെ തുടങ്ങുന്ന ശീലങ്ങൾ അധികകാലം മുന്നോട്ട് പോകാറില്ല എന്നതാണ് വാസ്തവം. ഏറ്റവും എളുപ്പത്തിൽ പിന്തുടരാവുന്ന ഏതാനും ആരോഗ്യശീലങ്ങൾ ഇവിടെ പറയട്ടെ. രാവിലെ എഴുന്നേൽക്കുക. എഴുന്നേൽക്കുമ്പോൾ 1-2 മിനിറ്റെങ്കിലും കട്ടിലിൽ ഇരുന്ന ശേഷം സാവധാനം എഴുന്നേൽക്കണം. ചാടി എഴുന്നേറ്റാൽ രക്തസമ്മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനം മൂലം തലകറക്കവും കണ്ണിലിരുട്ട് കയറലും ഉണ്ടാകും. പല്ലു തേച്ചതിനു ശേഷം 1-2 ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക. ക്ഷീണവും തളർച്ചയും ഒഴിവാക്കുവാനും മലബന്ധം പോലുള്ള ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇതുവഴി സാധിക്കും. കഴിയുന്നതും കൃത്യസമയത്ത് ടോയ്ലറ്റ് പോവുക. ദിവസേന 8-10 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വഴി നിർജ്ജലീകരണം ഒഴിവാക്കാം. നാരുകൾ ധാരാളമുള്ള പഴം, പച്ചക്കറി, ഇലക്കറി ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാൽ മലബന്ധം ഒഴിവാക്കാം. രാവിലെ തന്നെ കുളിക്കുക. വൃത്തിയോടൊപ്പം ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഉന്മേഷം ലഭിക്കാൻ ഇതുവഴി സാധിക്കും. പ്രഭാത ഭക്ഷണം കഴിക്കുക. ഒരു ദിവസം ഏറ്റവും നന്നായിട്ട് കഴിക്കേണ്ടത് പ്രഭാത ഭക്ഷണമാണ്. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ്. ആവശ്യത്തിന് ഊർജ്ജദായകവും പോഷകമൂല്യങ്ങളുള്ളതുമായ പ്രഭാത ഭക്ഷണം ദിവസവും മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഉന്മേഷവും ഊർജ്ജവും പ്രദാനം ചെയ്യും. കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണ സമയത്ത് രസകരവും സന്തോഷകരവുമായ കാര്യങ്ങൾ സംസാരിക്കുക. ഇത് ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ വഴിയൊരുക്കും. പ്രഭാത ഭക്ഷണം പോലെ തന്നെ കൃത്യസമയത്ത് കഴിക്കേണ്ട ഒന്നാണ് ഉച്ചഭക്ഷണം. ഇടവേളയിൽ പലഹാരങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. വീട്ടിൽ തന്നെ പാകം ചെയ്യുന്ന ആഹാരമാണ് ഏറ്റവും ഉത്തമം. എണ്ണപ്പലഹാരങ്ങൾ കൊഴുപ്പായ ശരീരത്തിൽ അടിഞ്ഞുകൂടി പൊണ്ണത്തടി ഉണ്ടാക്കും. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക. വൈകുന്നേരം വ്യായാമം ചെയ്യുക. നടക്കുകയോ ഓടുകയോ മറ്റേതെങ്കിലും കളിയിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഇത് ശരീരത്തിനും മനസ്സിനും ഉണർവുണ്ടാക്കുന്നു. വ്യായാമത്തിന് ശേഷം കുളിക്കുക. 2 നേരം കുളിക്കുന്നത് നല്ലതാണെന്ന് കഴിഞ്ഞ ആഴ്ച ശുചിത്വശീലങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. കിടക്കുന്നതിനും 2 മണിക്കൂർ മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കുക. ലഘുവായ സസ്യാഹാരമാണ് നല്ലത്. ഭക്ഷണത്തിന് ശേഷം കഥാപുസ്തകങ്ങൾ വായിക്കാം. മൊബൈൽ ഫോൺ ഉപയോഗം പരമാവധി കുറക്കുക. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അല്പനേരം ഉപയോഗിക്കാതെ പറ്റില്ല അല്ലേ? ആരോഗ്യകരമായ ജീവിതശൈലി ആരോഗ്യ പരിപാലനത്തിന് അത്യാവശ്യമാണ്. ഓർക്കുക, ഹെൽത്ത് ഈസ് വെൽത്ത്. ഇനിയൊരു കഥ കേട്ടാലോ? ആരോഗ്യം എന്ന ധനത്തെ കുറിച്ചു തന്നെയാണ് കഥ. 6ാം തരത്തിലെ നിരഞ്ജനയാണ് കഥ പറയുന്നത്. കൂട്ടുകാരെ, ഞാൻ നിരഞ്ജന 6Gയിൽ പഠിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. ആ കഥയുടെ പേരാണ് ആരോഗ്യം എന്ന ധനം. നന്ദപുരം രാജ്യത്തെ വീരേന്ദ്ര രാജാവിന്റെ മകനാണ് നന്ദനൻ. മഹാമടിയനായിരുന്നു രാജകുമാരൻ. എന്ത് കാര്യങ്ങൾ ചെയ്യാനും ചുറ്റും ധാരാളം പരിചാരകർ. സമയാസമയത്ത് ഭക്ഷണം, പിന്നെ സുഖമായ ഉറക്കം. രാജ്യകാര്യങ്ങളിലോ പഠനത്തിലോ ഒന്നും രാജകുമാരന് തീരെ ശ്രദ്ധയില്ലായിരുന്നു. ദിവസം കഴിയുന്തോറും രാജകുമാരൻ തടിച്ചു വരികയാണ്. ഒരു ദിവസം രാജകുമാരന് കലശലായ ഒരു രോഗം പിടിപെട്ടു. കൊട്ടാരം വൈദ്യൻ ചികിത്സിച്ചിട്ട് പറഞ്ഞു, ദേഹമനങ്ങാതെ ഭക്ഷണം കഴിക്കുന്നതിനാലുള്ള അസുഖമാണ് കുമാരന്. ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ കുമാരന് അധികകാലം ആയുസ്സുണ്ടാവില്ല. രാജകുമാരന്റെ ഈ മടി മാറ്റിയെടുക്കാൻ തന്നെ രാജാവ് തീരുമാനിച്ചു. കൊട്ടാരത്തിന് വളരെ അകലെയുള്ള ആശ്രമത്തിലെ സന്യാസിയുടെ അടുത്ത് ചെന്ന് രാജാവ് കാര്യങ്ങൾ പറഞ്ഞു. രാജകുമാരന്റെ മടി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. നാളെ തന്നെ കുമാരനെ ഇങ്ങോട്ട് അയച്ചോളൂ. പക്ഷേ ഒരു കാര്യം, സഹായത്തിന് ആരെയും കൂടെ വിടരുത്. കുമാരൻ തനിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇവിടം വരെ നടന്നു തന്നെ വരണം. സന്യാസി പറഞ്ഞത് രാജാവ് സമ്മതിച്ചു. പിറ്റേന്ന് കുമാരനെ ഒരു വഴികാട്ടിയോടൊപ്പം ആശ്രമത്തിലേക്ക് അയച്ചു. വർഷങ്ങൾക്കു ശേഷം ആദ്യമായിട്ടാണ് കുമാരൻ കൊട്ടാരത്തിന് പുറത്തിറങ്ങുന്നത്. നടന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ ചൂട് കനത്ത് കുമാരന് ക്ഷീണം തുടങ്ങി. എങ്കിലും മുന്നിലുള്ള വഴികാട്ടിയോടൊപ്പം അവൻ ആശ്രമം ലക്ഷ്യമാക്കി നടന്നു. ഒടുവിൽ ക്ഷീണിച്ചവശനായി കുമാരൻ ആശ്രമത്തിലെത്തി. ശ്വാസം കിട്ടാതെ വിയർത്ത് കുളിച്ച് കുമാരൻ ആശ്രമത്തിൽ തളർന്നിരുന്നു. സന്യാസി ആദ്യം തന്നെ അവന് കുറച്ച് വെള്ളം കുടിക്കാൻ നൽകി. അല്പം കഴിഞ്ഞപ്പോൾ കുമാരന്റെ ക്ഷീണമെല്ലാം മാറി. കൂടി വന്നയാൾ തിരികെ പോവുകയും ചെയ്തു. അപ്പോൾ സന്യാസി ഒരു വലിയ ഇരുമ്പ് പന്ത് ഉരുട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഈ ആശ്രമത്തിന് ചുറ്റും 10 പ്രാവശ്യം ഉരുട്ടിയിട്ട് വന്നാലേ ഭക്ഷണം തരുകയുള്ളൂ.
മറ്റു നിർവാഹമില്ലാതെ കുമാരൻ ആ ഇരുമ്പു പന്ത് ആശ്രമത്തിന് ചുറ്റും ഉരുട്ടി. വീണ്ടും ക്ഷീണത്തോടെ വന്നിരുന്നു. നല്ല വിശപ്പുണ്ടായിട്ടും വളരെ കുറച്ച് ഭക്ഷണമേ അവന് കൊടുത്തുള്ളൂ. പിറ്റേന്നും ഇതുപോലെ കുറേ പണികൾ കുമാരനെ കൊണ്ട് ചെയ്യിച്ചു. പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ലെന്ന അവസ്ഥ വന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുമാരൻ പറയാതെ തന്നെ വ്യായാമങ്ങൾ ചെയ്യാൻ തുടങ്ങി. കൂടാതെ ആശ്രമത്തിലെ പണികളും ചെയ്ത് സഹായിച്ചു. ഒരു മാസം കഴിഞ്ഞ് രാജാവ് ആശ്രമത്തിലെത്തി. രാജാവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തടിയെല്ലാം കുറഞ്ഞ് സുന്ദരനായ കുമാരൻ ആശ്രമത്തിലെ പണികൾ ചെയ്യുന്നു. തന്റെ മകന്റെ മടി മാറ്റിയെടുത്ത സന്യാസിയോട് രാജാവ് നന്ദി അറിയിച്ചു. അപ്പോൾ സന്യാസി രാജകുമാരനെ അടുത്തു നിർത്തി പറഞ്ഞു, പ്രഭു, ആരോഗ്യമാണ് നമ്മുടെ പ്രധാന ധനം. മറ്റു ധനം പോലെ അധ്വാനത്തിലൂടെ ആരോഗ്യമെന്ന ധനവും നമുക്ക് കിട്ടും. അധ്വാനത്തിലൂടെ അത് പരിപാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നാം ശരിക്കുള്ള ധനവാനാക്കുന്നത്. സന്യാസി പറഞ്ഞത് ശരിയാണെന്ന് രാജാവിനും കുമാരനും മനസ്സിലായി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഈ കഥയിൽ സന്യാസി പറയുന്നത് പോലെ ആരോഗ്യമാണ് നമ്മുടെ പ്രധാന ധനം. മറ്റു ധനം പോലെ അധ്വാനത്തിലൂടെ ആരോഗ്യമെന്ന ധനവും നമുക്ക് കിട്ടും. ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഏതൊരാളിൻ്റെയും സമ്പത്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ഈ കഥ ഞാൻ നിർത്തുന്നു. നന്ദി. യാതീനം താരാ താരാതീനം താരാ തെയ്യാതീനം താരാ താരാതീനം താരാ തെയ്യാതീനം താരാ താരാതീനം താരാ തെയ്യാതീനം താരാ താരാതീനം താരാ. കാർഷിക രംഗം. നമസ്കാരം. കാർഷിക രംഗത്തിലേക്ക് സ്വാഗതം. ഞാൻ ദേവദത്ത്. വിളഞ്ഞു കിടക്കുന്ന വയലുകളും കാറ്റിൽ ചാഞ്ചാക്കമാടുന്ന തെങ്ങോലകളും കേരളക്കരയെ മനോഹരമാക്കുന്ന കാഴ്ചകൾ. കൃഷി ഉപജീവന മാർഗമാക്കിയ ഒരു നാടായിരുന്നു കേരളം. കാലം മാറി, കൃഷി കുറഞ്ഞു, രോഗം കൂടി. കൃഷിയിലൂടെ എല്ലാം തിരിച്ചുപിടിക്കാൻ കേരള ജനത ഒരുങ്ങിക്കഴിഞ്ഞു. ഈ കോവിഡ് കാലം കുട്ടി കർഷകരുടെ കാലം കൂടിയാണ്. 7ാം തരത്തിലെ നംഹ്രീസ് പറയുന്നത് കേൾക്കൂ. കൂട്ടുകാരെ, ഞാൻ അമൃഷ് 7ാം തരത്തിൽ പഠിക്കുന്നു. ഈ കോവിഡ് കാലത്ത് ഞാൻ വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കി. വെണ്ട, പയർ, കോവൽ, നരമ്പൻ, പച്ചമുളക്, വഴുതന തുടങ്ങിയവയെല്ലാം എൻ്റെ തോട്ടത്തിലുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറികൾ ഭക്ഷിക്കാം. സാമ്പത്തിക ലാഭം, മാനസികമായ ഉണർവ്, ശരീരത്തിന് വ്യായാമം തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളും ഇതിനുണ്ട്. അച്ചാച്ചനും സഹായിക്കാറുണ്ട്. ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. നന്നായി നോക്കുന്നത് കൊണ്ട് നല്ല വിളവ് ലഭിക്കുന്നുണ്ട്. പയറാണ് കൂടുതലുള്ളത്. പയർ കൃഷി ചെയ്യുന്ന വിധം കൂടി പറയാം. ചാലുകളായോ തടമെടുത്തോ പയർ കൃഷി ചെയ്യാം. വെയിൽ നന്നായി കൊള്ളുന്ന സ്ഥലമാണ് പയർ കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ടത്. തടം നന്നായി കിളച്ച് കുറച്ച് കുമ്മായവും ജൈവവളമായി ചാണകമോ കോഴിവളമോ ആട്ടിൻ കാഷ്ടമോ ചേർത്ത് കുറച്ച് ഫെക്ടംഫോസും പൊട്ടാഷ്യവും ചേർന്ന് തടം ഒരുക്കി വെക്കുക. സുഡോമോണോസ് ഒരു നുള്ളി കുറച്ച് വെള്ളത്തിൽ കലർത്തി പയർ വിത്ത് അതിൽ 6 മണിക്കൂർ ഇട്ടു വെച്ചാൽ പയർ ചെടിക്ക് വരുന്ന രോഗം തടയാവുന്നതാണ്. തടം നനച്ചു കൊടുക്കണം. 4-5 ദിവസം കഴിഞ്ഞ് ഇതിലേക്ക് വിത്ത് നടാം. പുസ്തക ചങ്ങാത്തം. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പ്രണവാർ പുഷ്പൻ. പുസ്തക ചങ്ങാത്തത്തിലേക്ക് സ്വാഗതം. വ്യക്തികൾക്ക് മരണമുണ്ട്, പുസ്തകങ്ങൾക്ക് മരണമില്ല. പുസ്തകമില്ലാത്ത വീട് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. പുസ്തകത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു ഈ വാക്യങ്ങൾ. നമുക്കിപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട് പുസ്തകങ്ങളുമായി കൂട്ടുകൂടാൻ. എന്തു വായിക്കണമെന്നല്ലേ അജിത ടീച്ചർ പറയുന്നത് കേൾക്കൂ. നമസ്കാരം. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വായനയുടെ ലോകത്തേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ പരിചയപ്പെടുത്തിയ പുസ്തകങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നുവോ? നിങ്ങളിൽ ചിലർ നല്ല വായനക്കാരാണെന്ന് ടീച്ചർക്കറിയാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാകും. എങ്കിലും വായിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടെത്തി വായിക്കാൻ ശ്രമിക്കണേ. ടീച്ചർ ഇന്ന് നിങ്ങളുടെ മുന്നിൽ 2 പുസ്തകങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്.
ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ പാത്തുമ്മയുടെ ആടാണ് ഒന്നാമത്തേത്. ഒറ്റത്തവണ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന തരത്തിൽ ലളിതമായ ഭാഷയിൽ, അതായത് സംസാര ഭാഷയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രചന. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ. പിന്നെ ഒരു പ്രത്യേക കാര്യം, ആട് പ്രധാന കഥാപാത്രമായ ഒരു പുസ്തകം കൂടിയാണ് ഈ കൃതി. എല്ലാ കുട്ടികളും വായിക്കുമല്ലോ. രണ്ടാമത്തെ പുസ്തകം ചെറുകഥാ സാഹിത്യത്തിൽ അഗ്രഗണ്യനായ കാരൂർ നീലകണ്ഠപിള്ളയുടെ ഉതുപ്പാൻ്റെ കിണർ എന്ന കൃതിയാണ്. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഉതുപ്പാൻ എന്ന കഥാപാത്രത്തിൻ്റെ ദുരന്ത കഥയാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. രണ്ട് പുസ്തകങ്ങളും കൂട്ടുകാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാ കുട്ടികളും വായിക്കാൻ ശ്രമിക്കുക. കൂട്ടുകാരെ, ഒരു പുസ്തകം കൂടി പരിചയപ്പെട്ടാലോ? നമസ്കാരം, ഞാൻ ദിയാമേരി 6ാം തരത്തിൽ പഠിക്കുന്നു. ഞാൻ വായിച്ച ഒരു പുസ്തകം പരിചയപ്പെടുത്തുന്നു. ഐശ്വര്യദേവതയുടെ യാത്ര എന്നതാണ് പുസ്തകത്തിൻ്റെ പേര്. ഇത് എഴുതിയിരിക്കുന്നത് ജിഫു മേലാറ്റൂർ എന്ന കഥാകൃത്താണ്. 25 കഥകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. 112 താളുകളുള്ള ഈ പുസ്തകത്തിന് 100 രൂപയാണ് വില. ഇന്ത്യ, ആഫ്രിക്ക, ഗ്രീക്ക്, ചൈന, അറേബ്യ, ലണ്ടൻ, സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങൾ പശ്ചാത്തലമാക്കിയുള്ള കഥകളാണ് ഇതിലുള്ളത്. യക്ഷിക്കഥകളുടെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആൻഡേഴ്സൺ ശേഖരിച്ച നാടോടി കഥകളും കൂട്ടത്തിലുണ്ട്. ഗുണപാഠങ്ങളും നന്മണികളും നിറഞ്ഞ കഥകളും കേട്ടുകൊണ്ടാണ് പൂർവ്വപിതാക്കന്മാരുടെ കുട്ടിക്കാലം. വയമ്പും തേനും നിറഞ്ഞ കഥകളിലുള്ള മൂല്യങ്ങൾ അവർക്ക് എത്രയെത്ര അനുഭൂതികളാണ് പകർന്നു നൽകിയിരുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നാൽ കാലാന്തരത്തിൽ അത്തരം കഥകളും കഥ പറയും മുത്തശ്ശികളും പടിയിറങ്ങി പോവുകയായിരുന്നു. പിന്നീട് വന്ന കുഞ്ഞുങ്ങൾക്കൊന്നും ഗുണപാഠം ഉൾക്കൊള്ളുന്ന കഥകൾ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. നാടുകൾ തോറും പാറിപ്പറഞ്ഞ് പാടിപ്പതിഞ്ഞ കഥകൾ അങ്ങനെയായിരുന്നു പുസ്തകത്തിൽ ചേക്കേറിയത്. ലോകമെമ്പാടുമുള്ള വായനാ ലോകം ഇരുകൈയും തുറന്ന മനസ്സ് നീട്ടി സ്വീകരിച്ച കഥകൾ എത്രയോ പറയാൻ ബാക്കി കിടക്കുന്നു. ഏറ്റവും ലളിതമായ ശൈലിയും ഭാഷയിലെ ആസ്വാദകരമായ കുളിർനിലാവും ഏത് തലമുറയിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും രുചിക്കും വിധത്തിലുള്ള ആഖ്യാന മികവും ഈ കഥകളെ എന്നും വേറിട്ടതാക്കുന്നു. നന്മയിലേക്ക് നയിക്കുന്നതിന് പ്രചോദനമായ ഈ കുഞ്ഞു പുസ്തകം സമ്മാനപ്പൊതിയായി ഏത് പ്രായക്കാർക്കും നൽകാവുന്നതാണ്. അറിവിനൊപ്പം ആഹ്ലാദവും വിസ്മയ മുഹൂർത്തവും ഇതൾ വിരിയുന്ന ഈ കൊച്ചു കഥാച്ചെപ്പ് വായനാശാലയിലുണ്ടെങ്കിൽ വായിക്കാൻ മറക്കരുത്. പുസ്തകങ്ങളെക്കുറിച്ച് ഒരു കവിതയുണ്ട്, NV കൃഷ്ണവാര്യർ രചിച്ചത്. നമസ്കാരം, ഞാൻ രാഗപ്രിയ. NV കൃഷ്ണവാര്യരുടെ കവിത പുസ്തകങ്ങൾ. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്, പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്, പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്. നമ്മളെ പോലൊരുത്തനീ മണ്ണിൽ ബന്ധനം വിട്ടുയർന്നതാം കാര്യം, വേന്തെരിയുന്ന റോക്കറ്റിലേറി ചന്ദ്രനിൽ ചെന്നിറങ്ങിയ കാര്യം, ചാടിയോടി കളിച്ചു കൂത്താടി ചന്ദ്രപ്പാറ പെറുക്കിയ കാര്യം, വാഹനമേറി വീണ്ടുമിങ്ങെത്തി വാരിധിയിലിറങ്ങിയ കാര്യം, ദൂരദർശിനി പെട്ടിയിൽ നാട്ടാർ ധീരത ഇതു കണ്ടതാം കാര്യം, പുസ്തകങ്ങളിൽ ഇമ്മട്ടിലെത്ര വിസ്മയങ്ങൾ നിറഞ്ഞിരിക്കുന്നു, പുസ്തകങ്ങളിൽ ഇമ്മട്ടിലെത്ര വിസ്മയങ്ങൾ നിറഞ്ഞിരിക്കുന്നു. പുസ്തകങ്ങളിൽ പിന്നെ എന്തുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദ
പുസ്തകങ്ങളിൽ പിന്നെ എന്തുണ്ട്? പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്. നന്ദി, നമസ്കാരം. സംഗീത ക്ലാസുകൾ നഷ്ടപ്പെട്ടതിൽ പലർക്കും സങ്കടമുണ്ടെന്നറിയാം. ഈ ആഴ്ച മുതൽ നമ്മുടെ വിൽസൺ മാഷ് സംഗീതം പഠിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബാലവാണിയിലൂടെ ഈ ആഴ്ച മുതൽ പുതിയൊരു പരിപാടി ആരംഭിക്കുകയാണ്. കർണാടക സംഗീത പഠന ക്ലാസ്. സംഗീതപ്രേമികളായ സംഗീതാഭിരുചിയുള്ള എല്ലാ കുട്ടികളും തന്നെ ഈ പഠന ക്ലാസ് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രാഗം മായ മാളവ ഗൗള, താളം ആദി. ആരോഹണം സരി ഗ മ പ ധ നീ സാ. അവരോഹണം സാ നീ ധ പ മാ ഗ രി സ. താളം ആദി. നമ്മുടെ കയ്യിലെ വിരൽ ഉപയോഗിച്ചാണ് താളം പിടിക്കുന്നത്. ആദ്യ താളത്തിന് 8 അക്ഷരമാണ് ഉള്ളത്. ഒരടി ആദ്യം, പിന്നീട് ചെറുവിരൽ 2, മോതിരവിരൽ 3, നടുവിരൽ 4, വീണ്ടും ഒരടി 5, ഒരു വീശുക 6, വീണ്ടും അടി 7, ഒരു വീശൽ 8. ഇത് ആവർത്തിച്ചുകൊണ്ട് നിൽക്കുക. ഇങ്ങനെയാണ് നമ്മൾ താളം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓഡിയോ ആയതുകൊണ്ട് ഇത്രയേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പിന്നീട് നമുക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു നേരിട്ട് ക്ലാസ് ചെയ്യാം. ഇപ്പം സംഗീത പഠനം ആരംഭിക്കുകയാണ്. ആദ്യമായി സ്വരാവലിയാണ്. സപ്തസ്വരങ്ങളെ 1, 2, 3, 4 കാലങ്ങളിൽ പാടി പഠിക്കുക. നമ്മുടെ ശ്വാസത്തെ ദീർഘശ്വാസം എടുക്കാനുള്ള ഒരു മാർഗമാണ് ഇത് പരിശീലിക്കൽ. ശ്രദ്ധിക്കുക. സ രി ഗ മ പ ധ നീ സാ. സാ നീ ധ പ മ ഗ രി സ. ഇതാണ് ഒന്നാം കാലം. ഇനി രണ്ടാം കാലം. സ രി ഗ മ പ ധ നീ സാ. സാ നീ ധ പ മ ഗ രി സ. ഇനി മൂന്നാം കാലം. സ രി ഗ മ പ ധ നീ സ. സാ നീ ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നീ സ. സാ നീ ധ പ മ
ഇനി നാലാം കാലം സരി ഗമ പദ നി സ സാനി ദ പ മഗരി സ സരി ഗമ പദ നി സ സാനി ദ പ മഗരി സ സരി ഗമ പദ നി സ സാനി ദ പ മഗരി സ സരി ഗമ പദ നി സ സാനി ദ പ മഗരി സ. ഇത് നമ്മൾ ആവർത്തിച്ചുകൊണ്ട് പാടിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനിയൊരു പാട്ട് കേൾക്കാം. നമസ്കാരം, ഞാൻ റഷാൻ നൗഷാദ്. I love you, I love you, I love you, mummy. മിഴിനീർക്കിണങ്ങൾ മായാൻ ഒരു പാട്ട് മൂളം കാതിൽ, ഈ കണ്ണിൽ ചുണ്ടിൽ നെഞ്ചിൽ തേനുമ്മ തരാം നാം ചുക് ചുക് ചു. ഈ നാട്ടുമാവിൽ നീളി പാൽക്കതിരുകളാടും നാളിൽ, ഈ രാക്കിനാവിൽ കൂട്ടുചായും പൂനിലാവെള്ളി. പൂങ്കാറ്റ് വന്നി പൂക്കൾ ചേർത്തു നിന്നു നെഞ്ചിൽ, ഈ പാതിരാ താരം നോക്കി നിന്നു ദൂരെ, ഈ മൂകവാനിൻ കോണിൽ ദീപനാളം പോലെ, നീ കനവിലും നീനവിലും കതിരൊളിയായി. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. അന്നാട്ടുകെട്ടിൽ പോലെ മടിമേലുറക്കി എന്നെ, ഈ കാതിൽ തോരോതേറെ താരാട്ടുകൾ പാടി ഹാ ഹാ. ഇരാവുറങ്ങിടാതെ പകരം മുഴക്കും നാട്ടിൽ, ഈ പായകാലം കോരി നിറച്ചൊരു കാട്ടുതേനില്ലേ. മൺവീണയായി ഞാൻ നിന്നു മൗനഗാനം പോലെ, എന്നോവ് തേങ്ങി പിന്നെ നിൻ ചീരക്കായി പോന്നേ, ഈ മൂക്കവാനിൻ കോണിൽ സ്നേഹദീപം പോലെ, നീ കനവിലും നീനവിലും കതിരൊളിയായി. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. Ha 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 ha. പനിനീർക്കുടങ്ങൾ ചായും ഒരു പൂവനം പോലെന്നും, ഈ ഉള്ളിനുള്ളിൽ വായും എന്നമ്മ നിലാവേ ഹാ ഹാ. ഈ കൈക്കുനഞ്ഞുള്ളിൽ നീ തഴുകി ഉണർത്തും കൂടെ, ഈ കോടമനഞ്ഞിൽ മൂടിയുറങ്ങാൻ ചേലയാൻ കൂടെ. ചെന്നാമരപ്പൂ പോലെ അടി നിൽക്കാതെ വാ, ഈ മാറിലാലോലം ചായുറങ്ങാൻ വായോ, ഈ മൂകവാനിൻ കോണിൽ താരജാലം പോലെ, നീ കനവിലും നീനവിലും കതിരൊളിയായി. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. നന്ദി. വാരാന്ത്യ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ 27ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. കാത്തിരിക്കണേ.